സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന രൂപീകരണ സൂചനകൾ നൽകി താമരശ്ശേരി രൂപത സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന സമ്മേളനം. അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട സാഹചര്യമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജീനസ് ഇഞ്ചനാനിയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന സമ്മേളന വേദിയിൽ സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും കടന്നാക്രമിച്ച നിലപാടിനെ തലശ്ശേരി അതിരൂപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പിന്തുണച്ചു. നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് പാർട്ടി രൂപീകരണത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയസ് ഇഞ്ചനാനിയിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. സമുദായത്തിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകണം. ഇപ്പോഴുള്ളവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് കടക്കുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിനിധികൾ അവിടെ ഉണ്ടാകണം. ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ അവിടെ ഉണ്ടാകണം. അതിന് ഇപ്പോഴുള്ളവര് ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മറ്റു മാർഗം തേടേണ്ടി വരും. ചർച്ച് ബില്ല് പ്രായോഗികമല്ലെന്നും സർക്കാർ അതിന് മുതിരുമെന്ന് കരുതുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. സർക്കാരിന്റെ നിയമങ്ങളോട് വളരെ ചേർന്നാണ് അത് പോകുന്നത്. കൃത്യമായ ഓഡിറ്റ് നടത്തി കൃത്യസമയത്ത് അതിന്റെ റെക്കോർഡുകൾ പരിശോധിച്ച് അത് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു ചർച്ചാക്ടിന്റെയോ ഒരു ബില്ലിന്റെയോ ഒരു ആവശ്യമൊന്നുമില്ല. അത് ഗവൺമെന്റ് അതിന് മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. സഭ ഇനി വോട്ട് ബാങ്കായി നിലനിൽക്കില്ലെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും സമുദായത്തിന്റെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ നമ്മളെ രാഷ്ട്രീയ പാർട്ടികൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് മുനമ്പം ജനതയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഇപ്പം പരിഹരിക്കും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിലും നിയമസഭയിലും രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ജനതയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. വഖഫ് ബില്ലിനെതിരെയാണ് അവർ പ്രതികരിച്ചതും അവർ പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിന് മുൻപായിരുന്നു താമരശ്ശേരി ബിഷപ്പിന്റെ നയം വ്യക്തമാക്കൽ. സമ്മേളന വേദിയിൽ സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും താമരശ്ശേരി ബിഷപ്പ് കടന്നാക്രമിച്ചു. കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കണമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. തെറ്റായിട്ടുള്ള പ്രതികരണങ്ങൾക്കെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരെ ശബ്ദമുയർത്തുകയാണ് വനമന്ത്രി. അതുകൊണ്ട് ഈ സമ്മേളനം ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ സാധാരണക്കാരാണ്. കാര്യങ്ങൾ പഠിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ. രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ സഭയ്ക്ക് അന്യമാണെന്ന് ആരും കരുതേണ്ടെന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനി മുന്നറിയിപ്പ് നൽകി. ഫിക്സഡ് ഡിപ്പോസിറ്റായി ആരും ഞങ്ങളെ കാണേണ്ടെന്നും ബിഷപ്പ് തുറന്നടിച്ചു. വഖഫ് നിയമത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളും അപകടത്തിൽപ്പെടുന്നു. മുനമ്പം നിവാസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിപ്രായം കേൾക്കരുതെന്നും പാംപ്ലാനി പറഞ്ഞു. വഖഫ് ബോർഡ് ഒന്നുകിൽ വാദിയായോ പ്രതിയായോ നിലകൊള്ളുന്നതാണ്. ഈ വഖഫ് ബോർഡിന്റെ മുമ്പിൽ നിൽക്കുന്ന 41,000-ഓളം കേസുകൾ എന്ന് നമുക്കറിയാം. വാദിയോ പ്രതിയോ ആയി നിൽക്കുന്ന ബോർഡ് തന്നെ അതിന് വിധി പറയേണ്ടി വരുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു സമൂഹം ചിന്തിച്ചാൽ അതിനെ വർഗീയത എന്ന് പേരിട്ട് വിളിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ള സത്യം ഓർത്തുവയ്ക്കുക. മുന്നണികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന സമ്മേളനം. അവഗണന തുടർന്നാൽ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന രൂപീകരിച്ച് മുൻപോട്ടു പോകുമെന്ന പ്രഖ്യാപനത്തെ ആവേശത്തോടെയാണ് സഭാവിശ്വാസികൾ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപനവും രാഷ്ട്രീയ പാർട്ടി രൂപീകരണ സൂചനകളും വരും ദിനങ്ങളിൽ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.